Good morning students. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പ്രസൻറ്റേഷനിലോട്ട് അല്ലെങ്കിൽ ഷോർട്ട് ക്ലാസ്സിലോട്ട് വരികയാണ്. നമ്മൾ ലെങ്തി വീഡിയോസ് ആയിരിക്കില്ല, ഒരു ചെറിയ ചെറിയ വീഡിയോസാണ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് മൊഡ്യൂളിൽ ബേസിക്കലി ഡീൽസ് വിത്ത് ഇൻട്രൊഡക്ഷൻ, ദറ്റ് ഈസ് ടിപ്പിക്കൽ പവർ സിസ്റ്റം, നെറ്റ്വർക്കും അതിൻ്റെ ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവറാണ്. അപ്പോൾ ഈ ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഫസ്റ്റ് മൊഡ്യൂൾ ഇസ് ഡിവൈഡഡ് ഇൻ ടു 2. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ടോട്ടൽ 9 hours 15% ആണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് തന്നെ പവർ ജനറേഷൻ. നമുക്ക് കൺവെൻഷനലി ഉള്ള ഒരു പവർ ജനറേഷനും ഉണ്ട്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നോൺ കൺവെൻഷണൽ സോഴ്സസ് എന്നും ചെയ്യാം. ഈ കൺവെൻഷണൽ പവർ ജനറേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോ, തെർമൽ, ന്യൂക്ലിയർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇത് മാത്രമായിട്ടല്ല, ഇത് സിലബസിൽ നിങ്ങൾക്ക് ഇത്രയാണുള്ളത്. അതുപോലെ നോൺ കൺവെൻഷണൽ വേരിയസ് സോഴ്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോളാർ ആൻഡ് വിൻഡ് ആണ്. ഇതിൻ്റെയൊക്കെ ബ്ലോക്ക് ഡയഗ്രം, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും പിന്നെ അതിനെക്കുറിച്ച് എല്ലാ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് PPT ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ട് നോക്കിയാൽ അറിയാം. എനർജി ഡിഫറെൻറ്റ് ഫോംസിൽ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി. പക്ഷെ ഒരിക്കലും ഇലക്ട്രിക്കൽ എനർജി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ അല്ല. ഡിഫറെൻറ്റ് ഫോംസിനെ നമുക്ക് ഈ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നതിനാണ് പവർ ജനറേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നത്? ബിക്കോസ് നമുക്കറിയാം ഏത് ഫോം ഓഫ് എനർജി എടുത്തു കഴിഞ്ഞാലും ഇലക്ട്രിക്കൽ എനർജീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ബാക്കി എനർജി ഫോംസിനോടൊക്കെ സുപ്പീരിയർ ആണ്. കാര്യം അത് ഒരു കൺവീനിയൻറ്റ് ഫോം ഓഫ് എനർജിയാണ്, നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാണ്. പിന്നെ ഈസിലി അതിനെ കൺട്രോൾ ചെയ്യാം, അല്ലേ? ആ ഫോം ഓഫ് എനർജി നമുക്ക് കൺട്രോളബിൾ ആണ്, കൺട്രോൾ ചെയ്യാൻ നമുക്ക്. ഇറ്റ് ഹാസ് ഗോട്ട് എ ഗ്രേറ്റ് ഫ്ലെക്സിബിലിറ്റി. അത് ക്ലീൻ ആണ്, പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം, ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം, അതും വിത്ത് എ ഹൈ എഫിഷ്യൻസി. ഇത് കാരണമൊക്കെ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജീൻ്റെ ഉദ്ദേശം എന്താ? നമുക്ക് ഏതൊരു ഫോം ഓഫ് എനർജിനെയും ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നതിനാണ് ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. അതാണ് ഡെഫിനേഷൻ പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഫോംസിൽ നമുക്ക് നേച്ചറിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കൺസേൺ ആയിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ പ്രഷർ ഓഫ് ഹെഡ് ഓഫ് വാട്ടർ, അതായത് നമ്മൾ ഡാമിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളം. അപ്പോൾ വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെവിടെ യൂസ് ചെയ്യുന്ന? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ. അത് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാം. പിന്നെ എനർജി ഓഫ് ഫ്യൂവൽസ്, ഫോർ എക്സാമ്പിൾ നമുക്ക് കോള് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഫ്യൂവൽസ് ആണ്. കോൾ അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ്സ്, അത് കോളാവാം, അല്ലെങ്കിൽ അതിന്റെ പെട്രോളിയം, ഡീസൽ ആവാം, അല്ലെങ്കിൽ ഗ്യാഷ്യസ് ഫോം, നാച്ചുറൽ ഗ്യാസ് ആവാം. അതിനൊക്കെ നമുക്ക് എന്താക്കാം? ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ എനർജി ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, അതായത് ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ ഇത് ഈ മൂന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ ഫോംസ് ഒക്കെ നമുക്ക് എന്താക്കാം? ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത സ്ലൈഡ് ഒന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ സെയിം ആണ്. അതായത് ഇലക്ട്രിക്കൽ എനർജി സോഴ്സ് എന്ന് വന്നിട്ട് നമ്മൾ ആ ഇലക്ട്രിക്കൽ എനർജി ഫ്രം ഡിഫറെന്റ് സോഴ്സ്, ഇലക്ട്രിക്കൽ എനർജി അല്ല, എനർജി ഫ്രം ഡിഫറെന്റ് സോഴ്സസ് വന്നിട്ട് ആ എനർജി വെച്ചിട്ട് നമ്മളൊരു പ്രൈം മൂവർ കറക്കും. ഓക്കെ, പ്രൈം മൂവർ എന്ന് പറയുന്നത് നമ്മൾ ആൾട്ടർനേറ്റർ, ജനറേറ്ററിനൊക്കെ നമ്മൾ കറക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് പ്രൈം മൂവർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടർബൈൻ ഇസ് എ പ്രൈം മൂവർ. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റർ വരുന്നുണ്ട്. ഓൾട്ടർനേറ്റർ ആവാം, ജനറേറ്റർ ആവാം. ഓൾട്ടർനേറ്ററിന് AC ജനറേറ്ററിനെയാണ് ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എനർജി ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പ്രൈം മൂവറിനെ കറക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ വെള്ളം ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം നമ്മൾ പെൻസ്റ്റോക്ക് വഴി കടത്തിവിടുകയും ആ പെൻസ്റ്റോക്ക് വന്നിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ, പവർ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ടർബൈൻസ് കാണും. ആ ടർബൈൻ്റെ ബ്ലേഡിൽ ഈ വെള്ളം ഇടിക്കും. അങ്ങനെ ഈ പ്രൈം മൂവർ കറങ്ങും. പ്രൈം മൂവർ കറങ്ങുമ്പോൾ, അതായത് ടർബൈൻ ആണ് എക്സാമ്പിൾ ഫോർ പ്രൈം മൂവർ, കറങ്ങുമ്പോൾ അതിന്റെ ഷാഫ്റ്റ് കറങ്ങും. അതിന്റെ ഷാഫ്റ്റിനോട് കപ്പിൾഡ് ആയിരിക്കും നമ്മളുടെ ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ ജനറേറ്റർ. അപ്പോൾ അത് കറങ്ങുമ്പോൾ എന്താവും? ഓൾട്ടർനേറ്ററിന്റെ റൊട്ടേറ്റിംഗ് പാർട്ട്, അതായത് റോട്ടർ കറങ്ങും. റോട്ടർ കറങ്ങുമ്പോൾ ജനറലി നിങ്ങൾക്കറിയാം, റോട്ടർ ഫീൽഡിൽ കറങ്ങുമ്പോൾ യു ജനറേറ്റ് ഇലക്ട്രിക്കൽ എനർജി. സോ എനി ഫോം ഓഫ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഏത് ഫോം ഓഫ് എനർജി? ഇലക്ട്രിക്കൽ എനർജി. ഫോർ എക്സാമ്പിൾ ഇതിന് പകരം നമ്മൾ വേറെ കോളാന്ന് വിചാരിക്കാം. കോളാണെങ്കിൽ ഇതേ പ്രിൻസിപ്പിൾ തന്നെ. നമ്മളിതൊരു ബോയിലറിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് കാരണം വെള്ളം ചൂടാവും, വെള്ളം കാരണം സ്റ്റീം ഉണ്ടാവും. സ്റ്റീം ടർബൈനാണ് ഉണ്ടാവുക ഇവിടെ. സ്റ്റീം ടർബൈൻ കറങ്ങുമ്പോഴത്തേന് ഓൾട്ടർനേറ്റർ ഇതുപോലെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ഇതുപോലെ കേസാണ് ന്യൂക്ലിയറിന്റെ കേസിലും. ഫിഷൻ നടക്കുന്നു. ഫിഷന്റെ ഹീറ്റ് കാരണം സ്റ്റീം ഉണ്ടാവുന്നു. സ്റ്റീം എന്ത് ചെയ്യും?
നമ്മുടെ ടർബൈൻ സ്റ്റീം ടർബൈനെ കറക്കുന്നു. അത് കാരണം ഓൾട്ടർനേറ്റർ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. ഇനി അങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം നമുക്ക് എന്താണ് ഈ ജൂൾസ് എന്ന് പറയുന്നത്. ആ ജൂൾസിനെ എങ്ങനെയാണ് നമ്മൾ വാട്ട് സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾസിലാണ് യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ എന്താ, പവർ ഇൻറ്റു ടൈമാണ്. പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട്, ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്. അപ്പോൾ വാട്ട് സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് ഇലക്ട്രിക്കൽ എനർജി ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ കൺവേർഷൻ എന്ന് നോക്കാം. അപ്പോൾ 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് ഇൻറ്റു 1 അവർ ആണ്. അപ്പോൾ വാട്ട് സെക്കൻഡിൽ 1 കിലോ വാട്ട് അവർ എങ്ങനെ എഴുതാം, 1000 ഇൻറ്റു ഹവർ ഈസ് 3600 സെക്കൻഡ്. അപ്പോൾ ഇത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 10⁵ വാട്ട് സെക്കൻഡ്സ്. ഈ വാട്ട് സെക്കൻഡ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ജൂൾസ്. സോ ഇൻ general I can say 1 kilowatt hour is equal to 36 into 10⁵ joules അല്ലെങ്കിൽ ചില സ്ഥലത്ത് 3.6 into 10⁶ joules എന്ന് പറയും. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഈ കൺവേർഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. 1 kilowatt hour is equal to 3.6 into 10⁶ joules. ഇനി ഈ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫോംസ് ഓഫ് എനർജി നമുക്ക് ഡിഫറെന്റ് ഫോം ഓഫ് പവർ ജനറേഷൻ പറയാം. നമുക്ക് പഠിക്കാനുള്ളത് ഇതുപോലെ തന്നെ തെർമൽ അല്ലെങ്കിൽ സ്റ്റീം പവർ ജനറേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, പിന്നെ ന്യൂക്ലിയർ പവർ ജനറേഷൻ. ഇത്രയാണ് നമ്മുടെ കൺവെൻഷനിൽ വരുന്നത്. പിന്നെ നോൺ കൺവെൻഷനിലും പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഹൈഡ്രോ വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാം.